കേരള രാഷ്ട്രീയത്തിൽ അച്ചടക്കമുള്ള കേഡർ സ്വഭാവം പുലർത്തുന്ന പാർട്ടിയായാണ് മുസ്ലിം ലീഗ് അറിയപ്പെടുന്നത്. പാണക്കാട് തങ്ങളുടെ വാക്കിന് മുകളിൽ മറ്റൊരു വാക്കില്ലാത്ത പാർട്ടി സംവിധാനത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇത്രയേറെ പരസ്യമായ വെല്ലുവിളികളും പൊട്ടിത്തെറികളും ഉണ്ടാകുന്നത് അസാധാരണമാണ്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ തിരുരങ്ങാടി മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുണ്ടായ വിവാദങ്ങൾ ലീഗ് രാഷ്ട്രീയത്തിൽ ആഭ്യന്തര ജനാധിപത്യത്തെയും ഗ്രൂപ്പിസത്തെയും സാമ്പത്തിക ആരോപണങ്ങളെയും വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തിരുരങ്ങാടി വെറും ഒരു മണ്ഡലമല്ല. AK ആന്റണിയെ പോലുള്ള ഉന്നത നേതാക്കൾ ജയിച്ചു കയറിയ ചരിത്രമുണ്ടെങ്കിലും ലീഗിന്റെ അനിഷേധ്യമായ സ്വാധീന മേഖലയാണിത്. UA ബീരാൻ തുടങ്ങിയ അധികായന്മാർ പ്രതിനിധീകരിച്ച മണ്ഡലമാണിത്. PK കുഞ്ഞാലിക്കുട്ടിയുടെയും KPA മജീദിന്റെയും സാന്നിധ്യം മണ്ഡലത്തെ എപ്പോഴും ലീഗിന്റെ സുരക്ഷിത താവളമാക്കി മാറ്റി. എന്നാൽ ഇത്തവണ PMA സമീർ എന്ന താരതമ്യേന പുതുമുഖമായ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഈ കോട്ടയിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുകയാണ്. പ്രാദേശിക നേതൃത്വത്തിന്റെയോ പ്രവർത്തകരുടെയോ താല്പര്യം പരിഗണിക്കാതെ പെട്ടെന്നൊരു ദിവസം രംഗപ്രവേശനം ചെയ്ത ഒരാൾക്ക് എങ്ങനെ സീറ്റ് ലഭിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. പാർട്ടിക്ക് വേണ്ടി കാലങ്ങളായി വിയർപ്പൊഴുക്കിയ നേതാക്കളെ തഴഞ്ഞ് സമീറിന് സീറ്റ് നൽകിയത് അണികൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ MLAയുമായ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉയർത്തിയ വിമർശനങ്ങളാണ് ഈ വിവാദത്തിന് ഔദ്യോഗികമായി മാനങ്ങൾ നൽകിയത്. ഫേസ്ബുക്കിലൂടെ അദ്ദേഹം നടത്തിയ പ്രതികരണം കേവലം ഒരു സ്ഥാനാർത്ഥിയോടുള്ള എതിർപ്പല്ല, മറിച്ച് പാർട്ടിയിലെ അധികാര കേന്ദ്രങ്ങൾക്കെതിരെയുള്ള തുറന്ന യുദ്ധമായിരുന്നു. പാണക്കാട്ടെ തങ്ങളുമാരെ അദ്ദേഹം നിഷ്കളങ്കർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ അവരെ കരുവാക്കി ചിലർ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണെന്ന കടുത്ത ആരോപണമാണ് രണ്ടത്താണി ഉന്നയിച്ചത്. പാർട്ടിയെ സ്നേഹിക്കുന്നവർ ഇത്തരം അനീതികൾ ചോദ്യം ചെയ്യുമ്പോൾ അതിനെ അച്ചടക്ക ലംഘനമായി കാണരുതെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ ചേരിതിരിവുണ്ടാക്കുമെന്നതിന്റെ സൂചനയാണ്. KM ഷാജി, ഫൈസൽ ബാബു തുടങ്ങിയ യുവ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വത്തെ അദ്ദേഹം പ്രശംസിക്കുമ്പോഴും സമീറിനെതിരെ വാളെടുക്കുന്നത് മണ്ഡലത്തിലെ തഴയപ്പെട്ട നേതാക്കളുടെ വികാരമാണ് പ്രതിഫലിപ്പിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ലീഗ് പ്രവർത്തകർക്കിടയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത് സമീറിന്റെ യോഗ്യതയാണ്. PK കുഞ്ഞാലിക്കുട്ടിയുമായുള്ള അമിതമായ അടുപ്പം മാത്രമാണ് അദ്ദേഹത്തിന്റെ കൈമുതലെന്ന് വിമർശകർ പറയുന്നു. ചന്ദ്രിക ദിനപത്രത്തിന്റെ ഫിനാൻസ് ഡയറക്ടർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെയും ബിസിനസ് ബന്ധങ്ങളെയും പ്രവർത്തകർ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. തിരുരങ്ങാടിയിലെ ഒരു പേയ്മെന്റ് സീറ്റ് ആണെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നുവെങ്കിലും പ്രവർത്തകർ അതിനെ റെസിപ്റ്റ് സീറ്റ് എന്ന് പരിഹസിച്ചാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്. പാർട്ടിയിലെ ഉന്നത നേതാക്കളുടെ സാമ്പത്തിക ഇടപെടലുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ സമീറിന് സേഫ് സീറ്റ് നൽകിയെന്നാണ് ആരോപണം. പാണക്കാട് ഹൈദരലി തങ്ങളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്ത സംഭവവുമായി ബന്ധപ്പെടുത്തിയും സമീറിന്റെ പേര് വലിച്ചിഴയ്ക്കുന്നുണ്ട്. ഇത് പാർട്ടിയുടെ ധാർമ്മിക അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു. വിവാദം തിരുരങ്ങാടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. MSF മുൻ ദേശീയ ഭാരവാഹി ഫാത്തിമ തഹ്ലിയെ സ്ഥാനാർത്ഥിയാക്കിയതിലും ഒരു വിഭാഗം പ്രവർത്തകർ കടുത്ത വിയോജിപ്പുണ്ട്. വനിതാ ലീഗിലെ മുതിർന്ന നേതാക്കളെ പരിഗണിക്കാതെ ഇവരെ കൊണ്ടുവന്നത് സംഘടനയ്ക്കുള്ളിൽ മുൻഗണനാക്രമങ്ങളെ അട്ടിമറിച്ചാണെന്നും ഇവർ വാദിക്കുന്നു. മാത്രമല്ല പാർട്ടി നേതൃത്വത്തിനെതിരെ മുമ്പ് വനിതാ കമ്മീഷനെ സമീപിച്ച് ഇവർ ഇപ്പോൾ പരിഗണിച്ചത് രാഷ്ട്രീയമായ അവിവേകമാണെന്നും വിമർശനമുണ്ട്. ഇവർക്കൊപ്പം വന്ന് ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന അഷ്റഫ് അലിക്കും സ്ഥാനാർത്ഥിത്വം നൽകിയത് പാർട്ടിയിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ സ്വാധീനം ഉറപ്പിക്കാനാണെന്ന നിഗമനത്തിലാണ് വിമർശകർ. വിമർശനങ്ങൾ ഒരു വശത്ത് ശക്തമാണെങ്കിലും സമീറിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിലുണ്ട്. കൊണ്ടോട്ടിയിൽ അറിയപ്പെടുന്ന ലീഗ് നേതാവായിരുന്ന PM ഇസ്മായിലിന്റെ മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പാർട്ടി പാരമ്പര്യമുണ്ടെന്ന് ഇവർ വാദിക്കുന്നു. ചന്ദ്രിക പത്രത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും പ്രവാസി മേഖലയിലെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ യോഗ്യതകളായി ഇവർ ഉയർത്തിക്കാട്ടുന്നു. സമീറിന് വെറും ഒരു ബിനാമിയായി കാണുന്നത് വ്യക്തിഹത്യയാണെന്നും ഇവർ പറയുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ തർക്കങ്ങൾ കേവലം ഒരു മണ്ഡലത്തിൽ ഒതുങ്ങുന്നതല്ല. മലപ്പുറം ജില്ലയിലെ മറ്റു മണ്ഡലങ്ങളിലും ലീഗ് മത്സരിക്കുന്ന വടക്കൻ കേരളത്തിലെ വിവിധ ഇടങ്ങളിലും പ്രവർത്തകരുടെ ആവേശം കുറയാൻ ഇത് കാരണമായേക്കാം. പാരമ്പര്യമായി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർക്കിടയിൽ നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള വാർത്തകൾ തെറ്റായ സന്ദേശം നൽകുന്നു. തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും പാർട്ടിക്കുള്ളിലെ ജനാധിപത്യം നഷ്ടപ്പെടുന്നത് വരും കാലത്ത് ലീഗിന്റെ അടിത്തറ ഇളക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാകപ്പിഴകളും ഗ്രൂപ്പ് താല്പര്യങ്ങളും മുസ്ലിം ലീഗിനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് നയിക്കുന്നത്. അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലുള്ള നേതാക്കളുടെ പരസ്യ പ്രതികരണം അണികളിൽ വലിയ സ്വാധീനവും ചെലുത്തുന്നുണ്ട്. പണം കൊടുത്തോ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ചോ സീറ്റ് ലഭിക്കുമെന്ന സാഹചര്യം വന്നാൽ അത് ലീഗിന്റെ ലാളിത്യത്തെയും വിശുദ്ധിയും കളങ്കപ്പെടുത്തും. നേതൃത്വം ഈ വിഷയത്തിൽ എത്രയും വേഗം കൃത്യമായ വ്യക്തത നൽകിയില്ലെങ്കിൽ തിരുരങ്ങാടിലെ പൊട്ടിത്തെറി പാർട്ടിയിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിച്ചേക്കാം.